വലിയൊരു വിയോഗ വാർത്ത ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. SP വെങ്കടേഷ് അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ്. KB ശ്രീധരൻ ബംഗളൂരിൽ നിന്ന്. ശ്രീധരൻ, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെയാണ് SP വെങ്കടേഷിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് അന്ത്യമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും 80കളിലും 90കളിലെയും മലയാള സിനിമയിലെ ഏറ്റവും വളരെ തിരക്കേറിയ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധേയൻ തന്നെയാണ് SP വെങ്കടേഷ്. അതായത് നമ്മൾ നിത്യവും പാടുന്ന നിരവധി പാട്ടുകൾ, അത് മിന്നാരമാവട്ടെ, കിലുക്കമാവട്ടെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ, നമ്മൾ എന്നും മൂളി നടക്കുന്ന പാട്ടുകൾ, തെന്മാവിൻ കൊമ്പത്ത്, മിന്നാരം, ഹിറ്റ്ലർ, അങ്ങനെ ആ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലെ പാട്ടുകൾ ഒരുക്കിയ ഒരു വ്യക്തിയാണ്. സലീം ചൗധരിയുടെ ഹിറ്റായിട്ടാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത്. പിന്നീട് സ്വതന്ത്ര സംഗീത സംവിധായകനായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയദർശിയേക്ക് സിനിമകളിൽ വളരെ ഹിറ്റ് പാട്ടുകൾ ഒരുക്കിയ ഒരു വ്യക്തി. അതുപോലെ തന്നെ കിലുക്കം, ഹിറ്റ്ലർ, മിന്നാരം, അതുപോലെ തന്നെ ധ്രുവം പോലുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ എന്നും മൂളി നടക്കുന്ന പാട്ടുകൾ ഒരുക്കിയ ഒരു വലിയ സംഗീത സംവിധായകൻ തന്നെയാണ് ഇപ്പോൾ അരങ്ങൊഴിയുന്നത്. തമിഴിലും തെലുങ്കുകളിലും മലയാളത്തിലും ഉൾപ്പെടെ 150-ലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു വിയോഗ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണം നൽകിയ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് വലിയൊരു വിയോഗ വാർത്തയാണ്. SP വെങ്കടേഷ് അന്തരിച്ചു എന്ന അതീവ ദുഃഖകരമായ വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നു. നമ്മുടെയെല്ലാം നാവിൻ തുമ്പിലുള്ള മലയാളത്തിലെയും തമിഴിലെയും ഉൾപ്പെടെ അനവധി ഹിറ്റ് ഗാനങ്ങൾക്ക് മാസ്മരിക സംഗീതമൊരുക്കിയ SP വെങ്കടേഷ് വിട പറയുകയാണ്. വിണ്ണിലെ ഗന്ധർവൻ എന്ന് തുടങ്ങുന്ന രാജാവിൻ്റെ മകനിലെ പാട്ട്, ഒരുപക്ഷെ SP വെങ്കടേഷിൻ്റെ പേരാദ്യമായി മലയാളികൾക്ക് കൂടുതൽ പരിചിതമാകുന്ന രാജാവിൻ്റെ മകൻ ഇറങ്ങിയ 1986 നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിരവധി ഹിറ്റ് സിനിമകൾ, ഇപ്പോൾ നായർ സാബ്, വഴിയോര കാഴ്ചകൾ, ഇന്ദ്രജാലം, കിലുക്കം, അങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ. ജോണി വാക്കർ 1991 ഇറങ്ങിയ ജോണി വാക്കറിലെ ഗാനങ്ങൾ, കൗരവർ, നാടോടി, ധ്രുവം, ഗാന്ധർവം, പൈതൃകം, അങ്ങനെ തുടങ്ങി. പൈതൃകത്തിലെ സീതാ കല്യാണ വൈഭോഗമേ എന്ന പാട്ടൊക്കെ അതിഗംഭീരമായി മലയാളികൾ ഏറ്റെടുത്ത ഗാനങ്ങൾ. അങ്ങനെ നിരവധി, എണ്ണി പറയാൻ ഒരു 100-ലധികം അതിമനോഹര ഗാനങ്ങൾ. 100-ലധികം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകുന്നു. അത്രയധികം ഗാനങ്ങളുടെ മനോഹാരിത മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച SP വെങ്കടേഷ്, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ദുഃഖകരമായി പങ്കുവയ്ക്കേണ്ടി വരുന്നത്.